ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കോണാണ്. അതിന് ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നൈസായിട്ടുള്ള പച്ചരിപ്പൊടിയാണ്, വറുത്ത പൊടിയാണ്, നൈസ് പൊടിയാണ്. അതുകൂടാതെ അത് കുറുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിപ്പൊടി അതിലേക്കിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ എടുത്തു വെച്ച വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായി തിളപ്പിക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആദ്യം ചേർക്കേണ്ടതുണ്ട്. ഞാനൊരു ലേശം ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നമ്മൾ പൊടി അതിനകത്തേക്കിട്ട് വിരകി എടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ വെള്ളം തിളച്ചു. ഇനി ഈ പൊടി കുറേശ്ശെ ഇട്ട് ഇത് ചൂടാക്കി എടുക്കണം. തീ കുറച്ച് വയ്ക്കുക. ഒരു ലേശം വെള്ളം കൂടി ആഡ് ചെയ്യാണ്. ഇനി ഇത് നമ്മൾ ഒരു ബൗളിലേക്കിട്ട് കുഴയ്ക്കണം നന്നായിട്ട്. നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുക്കണമെങ്കിൽ അത് നന്നായി ആറേണ്ടതുണ്ട്. നല്ല ചൂടാണ്. അത് ആറുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ചൂടായ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ എണ്ണ ചൂടായി തുടങ്ങി. ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഈ സവോള, ഇത് ഒരു വലിയ സവോള പൊടിയായി അരിഞ്ഞ് വെച്ചതാണ്, ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ ഉള്ളി റെഡിയാവുന്നതിന് വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഉള്ളി ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ്. ഇത് 2 പിടി തേങ്ങയുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് 100 ഗ്രാം ചിക്കൻ, നല്ല മാംസ ചിക്കൻ എടുത്ത് വേവിച്ചിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ച് വെച്ചതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതരണം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മാവ് തണുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കോണിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി. മാവ് നന്നായിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞു. അതിൻ്റെയൊക്കെയുള്ള ഫില്ലിങ്ങും റെഡിയായി. ഇനി നമ്മളിത് നിറയ്ക്കുന്നത്, ഇത് പ്ലാവലയാണ്. പ്ലാവലയിലാണ് നമ്മളിത് നിറയ്ക്കുന്നത്. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്ലാവില ആദ്യം കുമ്പിൾ കുത്തണം. നല്ല വലിപ്പമുള്ള പ്ലാവലയാണ്. ഇതുപോലെയുള്ള കോണുകളാക്കണം. ഇപ്പം 2 കോണുണ്ട്. ഇത് കൂടാതെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് കോണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നിറയ്ക്കാം. നമ്മൾ ഇതിൽ നിന്ന് മാവ് എടുത്തിട്ട് ഈ കോണിലേക്ക് നിറയ്ക്കുക. കോണിലേക്ക് നിറച്ചിട്ട് ഇങ്ങനെ എടുത്ത കൈ കൊണ്ട് ബലമായിട്ട് പിടിച്ചിട്ട് ഇതിനുള്ളിലൊരു ഹോൾ ഇടണം. ഹോൾ ഇട്ടിട്ട് ഇത് കൈ കൊണ്ട് ഈ ഹോള് പിടിച്ച് വലുതാക്കണം. ഓക്കെ, കണ്ടോ? ഇങ്ങനെ ഒരു ഹോളായി. ഈ ഹോളിനുള്ളിലാണ് നമ്മൾ ഈ ഫില്ലിങ് നിറയ്ക്കേണ്ടത്. നന്നായി നിറച്ച് കഴിഞ്ഞതിൽ എന്നിട്ട് ഈ മാവ് ഇങ്ങോട്ടാക്കി ഇത് നന്നായിട്ട് അടച്ചെടുക്കുക. മാവ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ചരിച്ച് വെച്ചാലൊന്നും ഇത് വീണ് പോകുമൊന്നുമില്ല. ഇപ്പോൾ ഫില്ലിങ് അതിനകത്ത് റെഡിയായി. അപ്പം ഇങ്ങനെ ഉണ്ടാവും. ഈ ബാക്കി എല്ലാ കോണുകളും നമുക്കിതുപോലെ നിറച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കോണുകളെല്ലാം നിറച്ച് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് വേവിക്കണം. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം.
ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ അറിയാം. കണ്ടില്ലേ, ഇത് പറ്റിയിട്ടില്ല, അതിനർത്ഥം നന്നായി വെന്തുന്നാണ്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കന് പകരം നിങ്ങൾക്ക് വെജിൻ്റെ ഫില്ലിങ് വെച്ചാലും അതേപോലെയല്ല, നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തവരാണെങ്കിൽ ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. സോ യു ക്യാൻ ഡു. താങ്ക് യു.